മൈൻക്രാഫ്റ്റ് 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 അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാത്തവരെല്ലാവരും എല്ലാം മനസ്സിലാകത്തില്ല. ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അല്ല, സെക്കൻഡ് പാർട്ട് അല്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല. സെക്കൻഡ് പാർട്ടാന്ന് എനിക്ക് നമുക്ക് നോക്കിയിട്ട് ഞാൻ ഇതാക്കാം. അപ്പോൾ നമുക്കിത് സെക്കൻഡ് പാർട്ട് വീഡിയോ എന്ന് തൽക്കാലം പറയാം. പിന്നെ നമ്മൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് അല്ല. ഇപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഒക്കെ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ഒരു മിനിറ്റ് ഇതൊക്കെ എനിക്ക് വില്ലേജറിൻ്റെ എന്നൊക്കെ കിട്ടിയാന്ന്. എമറാൾഡെല്ലാം ഞാൻ കുറച്ച് കിട്ടി. എമറാൾഡ് കുറച്ച് കിട്ടാണ്ട് തൽക്കാലം വെച്ചേക്ക്. പിന്നെ ഇവനെ ഞാൻ കൂട്ടിലടക്കം തലക്കാലം എൻ്റെ അടുത്ത് പുല്ലുണ്ടായിരുന്നു അടുത്ത്. എവിടെ? ഇതാ വീട്ടായിരുന്നു. ഇവരെ ഞാൻ കുടിച്ച് വലിച്ചിങ്ങോണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ തന്നെ വന്നെയാണ്. ഇതൊന്ന് ഇതെടുത്തിട. പിന്നൊന്നും വളർന്നില്ലേ? അവിടെ പംകിൻ സീഡാടെ. എനിക്കിതൊക്കെ വില്ലേജർ. അയ്യോ, അത് വളർന്നില്ല, ഞാൻ അറിയാണ്ട് പൊട്ടിച്ചു. ഇത് വളർന്നു, ഇതും വളർന്നു. ഇതെന്തായാലും വളർന്നു വെച്ചോ. അമ്മേ അത് വളർന്നില്ല എന്നൊരു സംശയം. വളർന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഈ ബാക്കി വന്നതൊക്കെ ഇനിയും വേണം എല്ലാവരും അങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഈ വീട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കുള്ള ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഈ വീട്ടിലെനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഞാനിവിടെ എല്ലാം പരത്തി അങ്ങിട്ടു. അമ്മേ വളർന്നു പറയാം. സോംബിയൊക്കെ ചത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നുണ്ട കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ആദ്യം കുറച്ച് ഇത് ഞാൻ ഇങ്ങനെ മണ്ണിട്ടാണ് ചളി ഡേട്ടിട്ടപ്പോൾ ഇങ്ങനെ പുല്ല് വളർന്നങ്ങ് വലുതായി. നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കണമെന്ന് തോന്നി അപ്പോൾ തന്നെ ഉണ്ടാക്കാനോട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്നു. ബാക്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് അടിയും പോകേണ്ടെന്ന് ആവശ്യമില്ല. ബാക്ക് ക്രീപ്പർ. ഇതിൻ്റെ ഉള്ളിൽ ക്രീപ്പറിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ഥലമാക്കണം ഗൈസ്. അതിന് സമയമായിട്ടില്ല. പിന്നെ ഇവിടെ എൻ്റെ ഈ കുതിരേനെ ഞാനിപ്പോൾ എന്നാ ചെയ്യുമെന്ന് വിചാരിക്കാം. നമുക്ക് കുതിരേൻ്റെ പുതിയൊരു കൂടുണ്ടാക്കി കൊടുക്കണം. ഇവരെല്ലാം നമ്മൾ വലിച്ചെടുക്കും. ഇവിടെ അങ്ങ് കൂടൊക്കെ ഉണ്ടാക്കാം. അതിന് കുറേ ഡേട്ടൊക്കെ വേണം. അല്ലെങ്കിൽ നമുക്ക് കല്ലെടുത്തൂടെ? അതും നല്ലൊരു ഐഡിയ ആണ്. ഇവിടെ നിന്ന് കല്ലെടുത്തൊരു രീതിയിലിട്ടു നമുക്ക് എവിടെയെങ്കിലും പോയി കല്ലെടുക്കാം. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് കല്ലെടുത്തെല്ലാം നാശമായ ചില സമയം ഞാൻ തന്നെ വീഴുകയായി കല്ല് പൊട്ടിച്ചെടുത്ത്. അയ്യോ, ഇന്നത്തെ ചെറുതല്ല ഹാങ് ആവും അടുത്ത്. ഗൾഫ് ഈ മാപ്പ് ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങാത്ത സമയം ഈ മാപ്പ് കളിക്കുമ്പോൾ ഇതേ മാപ്പ് എടുത്ത് ഞാൻ കളിച്ചായിരുന്നു. എന്നാൽ ഈ വീടെടുത്ത് ഈ വീട്ടിൽ കയറി നാശം. അങ്ങനെ ആദ്യം മുതൽ വന്നിട്ടില്ല. അതങ്ങനെ ലോഡിങ് ആവും. നമ്മുടെ മാപ്പ് ഒറ്റയടിക്ക് നമ്മുടെ മാപ്പിലെത്തും. അതങ്ങനെ കാണിക്കും. പക്ഷെ ഇങ്ങനത്തെ ഗെയിമുണ്ട്. പക്ഷെ ആദ്യം മുതൽ വരും ചില ഗെയിമിൽ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കൂല. എനിക്ക് എവിടെയാണ് ഒരു റൂം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ മുകളിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുങ്ങനെ ആക്കി വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ഈ റൂമിൽ ഒരു കുഴി കുഴിച്ചിട്ട് അടിയിലോട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ആക്കി. അണ്ടർഗ്രൗണ്ടിൽ ഗുഹയിലേക്ക് പോകാനൊരു വഴിയാക്കി. അങ്ങനെ ഈ ഗുഹയിലെത്തി. ഈടെയായിരുന്നു ഡോർ എത്തിയത്. എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് ചാടുന്നതിന് നേരം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കയറാം. അങ്ങനെ ഞാൻ കയറിയിട്ട് പോകും. അങ്ങനെ എനിക്ക് ലാഭേണ്ട ആവശ്യമില്ല. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഈടെ പോകുന്നില്ല നെതറിൽ. ആളെ പോകാൻ
വേണ്ടിയിട്ട് വെള്ളവും ഇത് ലാവയും കൂടിയാൽ ഈ കല്ലുണ്ടാവും. ഒബ്സീഡിയൻ അങ്ങനെ എന്തല്ലേ വരും. ഈ കല്ലുണ്ടാക്കാനാണ് ഞാൻ ലാവ എടുക്കാൻ പോയത്. എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു നീ ലാവ കൈമ പിടിക്കാണ്ട് നടന്ന് ചില സമയം നെങ്ങിയാലും. ഇവിടെ എത്തിയപ്പോൾ നെങ്ങി ഞാൻ ചത്ത്. എൻ്റെ സാധനങ്ങൾ ഫുള്ള് പോയി. ലാവലോണെല്ലാം നശിച്ച്. മാത്രമല്ല ഈ വീടങ്ങ് കത്തി. അപ്പം ഞാൻ ഈ വേൾഡ് തന്നെ അങ്ങ് ഡിലീറ്റ് ആക്കി. സ്റ്റോണിന് നമുക്ക് ആവശ്യമുണ്ട്. പിന്നല്ലേടെ എനിക്കറിയാത്തൊരു കാര്യമാണ്, ഞാൻ കുറച്ച് പന്നികളെ കണ്ടു. പന്നികളെ ഇതേപോലെ കുതിരാനടച്ച പോലെ കൂട്ടിലടച്ചു. അന്നേരം ഞാൻ ഈ അണ്ടർഗ്രൗണ്ട് ആക്കുന്ന സമയത്ത് എന്തോ ഒരു നെതറിലെ പന്നിയില്ലേ, അതിന് ഒരു മനുഷ്യനെ പോലത്തെ ഈ പന്നീൻ്റെ ഒരു സൗണ്ട്. ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ കൂട്ടിലടച്ച ഈ പന്നി മൈൻക്രാഫ്റ്റിലെ പന്നീനെ ഇവിടെ ഇങ്ങനെ അടച്ച സമയത്ത് നോക്കുമ്പോൾ ഉണ്ട് മറ്റേ നെതറിലെ പന്നി പോലെ. ഇതെടുത്താൽ പൊട്ടിക്കാം. അവിടെയാണ് നമുക്കെന്തെങ്കിലും ആക്കാം. ഇങ്ങനെയൊന്നും അറിയില്ല, അടച്ചു വെച്ചോണ്ടാണോ തോന്നുന്നു. നമുക്ക് നേരം കിട്ടാത്തോണ്ടാണ്. നമുക്കെന്തായാലും കല്ലൊക്കെ ഒന്ന് പൊട്ടിക്കാം. 64 കല്ലായിട്ടുണ്ട്. ഇത്രയും കുഴിച്ചാൽ 64 കല്ലായി. എത്രയും പെട്ടെന്ന് വേഗം കിട്ടിയെന്ന് വെച്ച് ഞാൻ എന്താ പറയുക അയൺ പിക്കാക്സ് എടുത്ത് കൊത്തിയെടുത്തു എല്ലാം. ഓക്കെ ഓക്കെ നമുക്കിനി നമ്മളെ വീട്ടിലേക്ക് പോവാം. നമ്മൾ എന്തിനായിരുന്നു സ്റ്റോൺ എടുത്തത്? ഡീൽ ഇങ്ങനെ ഒരു ഇതാണ് ഇവിടെ ആക്കാനല്ലേ നമ്മൾ. നമുക്ക് എന്തായാലും ഇവിടെ ആക്കാം. ഓക്കെ 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 ഗൈസ് നമ്മളിങ്ങനെ ഇന്നലാക്കിയിരിക്കുന്നു. വേറൊരു ഡാർക്ക് സീന് രാത്രിയായി എന്നാണ്. നമുക്കെന്തായാലും ഉറങ്ങിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാം. കുറച്ച് മരം വേണം. ഈ മരം ഞാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങളോട്, പറഞ്ഞില്ല, ഓർമ്മയില്ല. ഈ മരം എനിക്ക് വില്ലേജർ നെയിമെന്ന് കിട്ടിയിട്ട് നോക്കിയതാണ്. ഒറ്റയടിക്കൊന്ന് വളർന്നു. പക്ഷെ ആ 4 ഒരു എത്ര അറിയാം, ഞാനൊരു 8 എണ്ണം വാങ്ങിയിരുന്നു. 8 എണ്ണം വാങ്ങിയപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ 4 എണ്ണം വെച്ചാൽ ഇങ്ങനെ 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 4 ചെടി ഒരു ബ്ലോക്കിൽ വെച്ചാൽ ഇങ്ങനെ വലുതാവും. അതിൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ മണ്ണിട്ടിട്ട് അതിൻ്റെ മണ്ണാലാണ് വെച്ചത്. അങ്ങനെയാണ് ഇത്രയും വലുതായത്. ഓക്കെ ഏതാണ് ഇത് വൈബ് ഗൈസ്. എങ്ങനെയാണ് നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുക? ഇവിടെ ഇങ്ങനെ ഈ കൂടിൻ്റെ മരം അപ്പം ഈ മരത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ഈ മരം തനിയെ പൊട്ടുന്നതാണ്. ഇതപ്പം പൊട്ടും ഈ ചപ്പ് കിട്ടിയിട്ടൊന്നും കാര്യം വെച്ചറിയില്ല. ചപ്പിലൊന്നും ഉണ്ടാവുക ഉണ്ടാക്കാനോ? എടാ ഞാൻ വെച്ച് പൊട്ടിയില്ല, അല്ലാതെ പോയിന്ന്. ഗൈസ് ഇവിടെ നടന്നത് യുദ്ധം. ഈ പൊട്ടന്മാരും ഇല്ല, ഇതെല്ലാം ചത്ത് കുറേ. ഓക്കെ ഞാനൊരു കാര്യമല്ലേ. ഓക്കെ ഇവിടത്തെ വില്ലേജർ ഉണ്ടല്ലേ, നമ്മൾ വെച്ച് കുറവാണ്. കുറേ ഉണ്ടല്ലോടോ, അത്യാവശ്യം വില്ലേജ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു, നമ്മൾ ഈ വീട് തുടങ്ങിയ സമയത്ത് വുഡ് അവിടെ വെച്ചിട്ടില്ലേ? അവിടെ എന്നെ കല്ലെടുത്തറിയാന്ന് ഇപ്പം ഞാൻ പൊട്ടൻ കൈസ്. കൂടാക്കാൻ ഞാൻ മരം വെട്ടുന്നു.
ഇതിൽ വുഡ് ഉണ്ട്. എൻ്റെ ഞാനിത് പൊട്ടനാ. ഓക്കെ ഇപ്പം എങ്ങനെ ഉണ്ടാക്കും ഗൈസ്? അതിന് വടി വേണോ ഗൈസ്? വടി വേണമെന്ന് തോന്നുന്നു. വേറെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതാ വടി വേണം. ബർദിയിലോ ബർദിയിലോ കക്കർത്തിയിലോ ഈ നമുക്ക് 4 ഇങ്ങനത്തെ ഇത് വേണം. ഇത് 4 എണ്ണം വേണം. ഇതിപ്പോൾ എത്ര എണ്ണമായി? 6 എണ്ണം. അത്ര മതി. ഡോറ് 4 എണ്ണം പോരാ. 9 എണ്ണയല്ലോ. വല്ലാത്ത കഷ്ടം. ബൊമ്പാർദിയിലോ 9 എണ്ണമല്ല 59. പിന്നെടാ രണ്ടെണ്ണം നമുക്ക് എന്നാ വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് കടക്കാം. അയ്യോ അടാ ഇവിടെ അയ്യോ ഇവിടെ വേണ്ടായിരുന്നു. ഇപ്പോൾ ഇത്ര വലുതൊന്നും ആക്കണ്ടെങ്കിലും അയ്യോ ഈശ്വരൻ മനുഷ്യരുടെ ഇടയിൽ വരുന്ന പശുവിനും കൂടിയാണ് ഗൈസ് നമ്മൾ ആക്കുന്നത്. ഇനിയും ജീവികളെ വേണമെങ്കിൽ അപ്പുറത്താക്കണം. ഓക്കെ ഇനി നമുക്ക് ഇതെടുത്ത് ഇത് ബാക്കിയൊന്നും സാരമില്ല. നമുക്ക് അടുത്ത് അടുത്ത് അപ്പുറത്തൊക്കെ ആക്കേണ്ടി വരും മിക്കവാറും. ഇത് കിടക്കാൻ കഴിയില്ല. ഇവിടെയും ഒന്ന് ഇവിടെയും ബാക്കി പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം. ഗൈസ് ഇത് മൂടി വെച്ച പണി കഴിക്കും. ഇങ്ങനെ മൂടി ആക്കാത്തൊരു പണി മാത്രമല്ല മൃഗങ്ങൾക്ക് പനി പിടിക്കാൻ ഭക്ഷണം അടുത്തടുത്ത് ഭക്ഷണം. ഭക്ഷണത്തിന് കുറവില്ലെങ്കിൽ നമ്മൾ വേണ്ട ആവശ്യം. നമ്മുടെ വില്ലേജിൽ കുറേ പശു ഇതൊക്കെ ഉള്ളൊരു നാടാണ് നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ വിടുക അതിനെല്ലാം നടിച്ചങ്ങ് ഓടിച്ച് കൊന്നിട്ട് ഇത് നല്ലതല്ല. അത് നമുക്ക് വളർത്താൻ പൊട്ടിക്കുക അല്ലെങ്കിൽ വാങ്ങി കട വെക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം. ഇത് ഇവിടെയോ ഇവിടെ വെക്കാനാവില്ലല്ലേ. മൃഗങ്ങൾക്ക് താപനില കുറച്ച് കൂടുതലാണ്. ഇതിവിടെ കിട്ടാം. ഒരു മിനിറ്റ് നമ്മളിൽ ഉണ്ട്. ഇങ്ങനെ വെച്ചാൽ 6 എണ്ണം. ഓക്കെ വളർന്നങ്ങ് വലുതായി. അപ്പം നമുക്ക് നമ്മളെ പശുവിനെ എടുക്കാം. പശുവിനെ എങ്ങനെയാ കൊണ്ടുവരുമോ? ഇനി എങ്ങനെയാ കൊണ്ടുവരുക? സോറി കുതിരയാണത്. പശുവിനെ കൊണ്ടുവരാൻ സിമ്പിളാണ്. വേറെ ഇതിങ്ങനെ എടുക്കണം. ഓക്കെ ഇത് കുടുങ്ങി. വാടാ
ഇത് ഇഷ്ടമാണല്ലേ. എന്നിങ്ങ് വന്നാട്ടെ. വാ 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 വാ. നിങ്ങളകത്ത്, ഞാൻ പുറത്ത്. കാണിച്ച് അയ്യോ സോറി. കുറച്ച് കൂടുതൽ നിന്നോട് കാണിക്കണം. പാമ്പു എങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഞാൻ എത്തിക്കുക? സാലഡാണ് ഇല്ല. സാലഡാണ് ഉണ്ടാക്കാനും കഴിയൂല. പട്ടി സാധനം. സാലഡ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കാനും ഞാൻ ഫുൾ പെട്ടല്ലോ. എങ്ങനെയാണ് ഉണ്ടാക്കുക? നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഞാൻ വരാം. അടുത്ത വീഡിയോയിൽ നമുക്ക് പശുവിനെ ഞാൻ എന്തായാലും കൂട്ടിൽ അടച്ചു വെക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റേ വില്ലേജർ പോലത്തെ സാധനമില്ലേ, വില്ലേജർ പോലത്തെ ഒരാളില്ലേ വിൽക്കുന്ന, ഓൻ്റെ അടുത്ത് 2 ലാമയുണ്ടാവും. ഓനക്കൊന്ന് നമുക്ക് ലാമേനെ ഇട്ട് കയറ് എടുത്തങ്ങ് ഇടാം. അത് കിട്ടും നോക്കട്ടെ. ഞാൻ കുറച്ച് മുമ്പ് ലാമേനെ അവിടെ കണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. പക്ഷെ ഈ ആളില്ലേന്നു, ലാമ മാത്രം പെട്ടെന്ന് ഇല്ല. അയ്യോ തുറക്കല്ലേ. ഓ ജസ്റ്റ് മിസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ബൈ.